ഇവിടെ നമ്മുടെ ഇത് പാർട്ട് എടുക്കാം നമുക്ക് വീഡിയോ. നമുക്കിതിൽ ഫസ്റ്റായിട്ട് അറിയേണ്ട ഓർഡർ ഫ്ലോ അറിയണം. ഓർഡർ ഫ്ലോ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ലോ ടൈം ഫ്രെയിം അതിനനുസരിച്ച് ലിക്വിഡിറ്റി സപ്പോർട്ട് ചെയ്ത് വണ്ടി നമുക്ക് ഓർഡർ ഫ്ലോ കൺഫേം ചെയ്യാം. ഒരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓർഡർ ഫ്ലോ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീക്കിലി പോകുന്നു. ഓർഡർ ഫ്ലോ മെയിനായിട്ട് നോക്കണേന്ന് വെച്ചാൽ ഇതൊരു റേഞ്ച് ഇനി പ്രൈസ് ബെയറിഷാണെങ്കിൽ പ്രൈസിന് ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമ്മൾ സ്പോട്ട് ചെയ്യണം. വീക്കിലി നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ബെയറിഷ് ഇതൊരു ലാറലായിട്ടെടുക്കാം. ലാറൽ ഡീലിംഗ് റേഞ്ച് ഇട്ടെടുക്കാം. അപ്പോൾ പ്രൈസിന് വരാൻ ചാൻസ് ഉള്ളത് ഇവിടെ വരാം, പിന്നെ ഇവിടെ ലാറിലേക്ക് വരാം, പിന്നെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെ വരാം, കോൺസിക്വൻ്റിൽ വരാം, പിന്നെ ഇവിടെ ക്ലോസ് ചെയ്യുന്ന ഇവിടെ വരാം, പിന്നെ ഈ ലോ എടുക്കാൻ വരാം. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് ഇക്വിലിബ്രിയത്തിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടോ അതിലേക്കൊക്കെ വരാം. അങ്ങനെ നമ്മൾ ഓർഡർ ഫ്ലോ നോക്കണം. ഇതുപോലെ തന്നെ ഡെയിലി പോകണമെങ്കിൽ വീക്കിലി വരച്ച് കളയാം. ഡെയിലിയിൽ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ അവസ്ഥ, ഹൈറ്റ് ലോ ഡെയിലി വെച്ചാൽ പ്രൈസ് ഇവിടെ വരാം, അവിടെ നിന്നിട്ട് പോകാം. ഇത് ഫുള്ളൊരു മൂവ്മെൻറ്റ് ഇതായിട്ട് എടുക്കാം, ഓർഡർ ബ്ലോക്ക് എടുക്കാം, പിന്നെ ഇങ്ങനെ വയ്ക്കാം. എല്ലാറിൽ ഓർഡർ ഫ്ലോ നോക്കണം. എല്ലാം സപ്പോർട്ട് ചെയ്താണ് പ്രൈസിങ് ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഓർഡർ ഫ്ലോ നോക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മൾ ഓപ്പൺ ഹൈലോ വീക്കിലി പോയിട്ട് നോക്കുകയാണെങ്കിൽ അതും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓപ്പൺ ഹൈ കുറച്ച് മേളിലാണ്. ഹൈ വിക്കൊക്കെ ഇപ്പോഴും മാനിപ്പുലേഷൻ, ലിക്വിഡിറ്റി സീപ്പ് എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ്. ഇതിന് ഡെയിലി ഇൻവെസ്റ്റ് എടുത്ത് പേരിഷ് നല്ലോണം വന്നിട്ടുണ്ട്. ഡെയിലിയിൽ ഇൻവെസ്റ്റ് എടുത്തിട്ടുണ്ട് പൈസ. അത് ട്യൂസ്ഡേയിലാണ് എടുത്തേക്കണത്. അതിനിപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ വൺ ഡേയിൽ നല്ല രീതിയിലൊരു വിക്ക് ഡൗൺ വന്നിട്ടുണ്ട്. വന്നിട്ട് ഏത് ലിക്വിഡിറ്റി എടുത്തതെന്ന് വെച്ചാൽ ഡെയിലിയിൽ ഈ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സിജി
4 അവർ നോക്കുകയാണെങ്കിൽ ഇതാണ് പ്രൈസിൻ്റെ ഓപ്പൺ. വീക്കിലിയിൽ ഓപ്പൺ എടുത്തിട്ട് ഇതൊരു വിക്കാണ്. വിക്കിൻ്റെ കോൺസിക്വൻ്റ് പ്രൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കണ എല്ലാം ബെയറിഷാണ്. ഓർഡർ ബ്ലോക്കർ എക്സ്പെക്ട് ചെയ്ത് ബെയറിഷ് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് ബെയറിഷ് വന്നുകൊണ്ടിരിക്കുക പ്രൈസ്. ഇതുപോലെ തന്നെ ഓർഡർ ഫ്ലോ ചെക്ക് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നൈസായിരിക്കും, കോൺഫിഡൻസ് ആയിരിക്കും. അത്രയും ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പ്രൈസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയാൻ ബെയറിഷായിരിക്കും കൺഫേം ആയിട്ട്. ഫോളോവറിൽ എല്ലാവരും നോക്കാം. ഇങ്ങനെ വേണം ഒരു ഓർഡർ ഫ്ലോ എടുക്കാൻ. പ്രൈസ് എങ്ങോട്ട് വരാം, എങ്ങനെ വരാം, ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഒറ്റയ്ക്ക് വരാൻ ചാൻസ് ഉണ്ടോ ഓർഡർ ബ്ലോക്ക് പറ്റിയിട്ട് ലോ ആക്കിയത്. അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം ഓർഡർ ഫ്ലോ അറിയെങ്കിൽ സെറ്റാ. അത്രേ ഉള്ളൂ.